So see this is turtle, and in the previous class I said you what is turtle. Turtle means what? Turtle എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നാ നിങ്ങളോട് ഞാൻ പറഞ്ഞേ? ടൊട്ടൈസ് പോലത്തെ ഒരു സാധനത്തിന് നമ്മൾ ടർട്ടിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ അതുപോലെ ഒരു പിക്ചർ ഒക്കെയാണ് നമുക്ക് പിന്നെ ഉബുണ്ടു വെർഷനിൽ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ please those who have to mute, please mute yourself. Okay. Triangle in the middle of the logo screen is called the turtle. അപ്പം ലോഗോയുടെ സ്ക്രീൻ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ആണ്, പ്ലേ ഗ്രൗണ്ട് ആണിത്. അതിൽ നടുക്ക് കാണുന്ന ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ട്രയാങ്കിൾ? യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ മാത്സ്. ഓക്കെ, ബെനീറ്റ കറക്റ്റ്. വാട്ട് ഈസ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണം. അതായത് three sides will be there, isn't it? Okay, very good. അപ്പൊ ഇതിനും അങ്ങനെ തന്നെയല്ലേ, 3 സൈഡുകളാണുള്ളത് അല്ലേ? Okay. The turtle follows the commands that is given by you. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ടർട്ടിൽ മൂവ് ചെയ്യും. ഇതൊരു ഗെയിമാണ്. നമ്മളിങ്ങനെ 2 steps എന്ന് പറയുമ്പോൾ അത് 2 steps മൂവ് ചെയ്യും. 3 steps എന്ന് പറയുമ്പോൾ 3 steps, 5 steps. അത് whether should go forward or backward or downward, upwards, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച്. മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ മുന്നോട്ട് പോകും, ബാക്കിലേക്ക് വരാൻ പറഞ്ഞാൽ ബാക്കിൽ വരും. സെൽന പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ദെൻ നമ്മൾ പറയാണ് മുകളിലോട്ട് പോകാൻ പറഞ്ഞാൽ മുകളിലോട്ട് പോകും, താഴോട്ട് പോകാൻ പറഞ്ഞാൽ താഴോട്ട് പോകും. അങ്ങനെ പറഞ്ഞ അനുസരണയുണ്ട്, നല്ല അനുസരണയുണ്ട്. നിങ്ങളെ പോലെയാണോ? 3rd സ്റ്റാൻഡേർഡിലെ കുട്ടികളെ പോലെയാണോ? ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന സ്വഭാവം ഉണ്ടോ ടർട്ടിലിന്? ഇല്ല, നല്ല അനുസരണയാണ്. If we give the command to go forward, it will go forward only, will not go backward or sideways. മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ മുന്നോട്ട് മാത്രമേ പോകുള്ളൂ, സൈഡിലേക്കോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും പോകൂല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഓൺലി, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്, ബാക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക്. അങ്ങനെ ഓക്കെ, നല്ല അനുസരണയല്ല നമ്മുടെ ടർട്ടിലിന്. Turtle carries a pen tail in his tail. ഇതിന്റെ താഴെ ഒരു പെൻ ഉണ്ട്. അതായത് ഇത് ടെയിൽ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ അറിയാം. വാലെന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ അവിടെ ഒരു പെന്നും കൂടി ഉണ്ട്. So as it moves, what it does, it draws. ഇത് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇങ്ങനെ വരച്ചോണ്ട് പോകുന്നു. ഒരു പേനയുണ്ട് കയ്യില് ആ വാലിന്റെ അവിടെ. അപ്പൊ നമ്മൾ മുന്നോട്ട് കൊടുത്താലോ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോ ആ 2 സ്റ്റെപ്പ് പെന്നും കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. Then ബാക്കിലേക്ക് വരുമ്പോൾ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരയ്ക്കും, താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് വരയ്ക്കും, അങ്ങനെ. So it draws a line on the screen. The Microsoft Windows logo screen has the following parts. ഇനി ഈ മൈക്രോസോഫ്റ്റ് ഇതിന്റെ വിൻഡോസിന് എന്തെല്ലാം ഭാഗങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. At the top, മേൽ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ എന്തുണ്ട്? മെനു ബാർ, which has choice like file, bitmap, set and zoom. അപ്പം ഒരു വിൻഡോസിന് അതായത് നമ്മുടെ ടർട്ടിലിന്റെ ലോഗോ സ്ക്രീനില് ആ സ്ക്രീനില് മെനു ബാർ ഉണ്ട്. മെനു ബാറിൽ some options are there. File is there, bitmap is there, set, zoom, like that way. Then the large white area where the turtle draws is the graphic window. It is its playground. അതായത് ഇതിന് ഈ വരയ്ക്കാനുള്ള സ്ഥലമില്ലേ ഇവിടെ, അതാണ് അതിന്റെ ഗ്രാഫിക് ഏരിയ എന്ന് പറയുന്നത്. അതിന് വരയ്ക്കാനുള്ള സ്ഥലം. അതായത് ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ താഴത്തെ പെൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. The area which it has to move is called as a graphics area and it is the playground. നമുക്ക് കളിക്കാനുള്ള സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? പ്ലേഗ്രൗണ്ട്. Like that way, for the turtle, the area which is to play is known as the playground of the turtle. That is the graphic area. Graphic area എന്ന് പറയുന്നത്. Next, the center of the graphic screen is called the turtle's home. ഇനി ഈ ടർട്ടിലിന്റെ ഹോം എവിടെയാണ്? The middle of the playground. അതായത് ഈ ഗ്രാഫിക്സ് വിൻഡോയുടെ ഗ്രാഫിക്സ് സ്ക്രീനിന്റെ നടുഭാഗത്ത് കറക്റ്റ് മിഡിലാണ് അതിന്റെ വീട്, സൈഡിലൊന്നുമില്ല, കറക്റ്റ് ഇൻ ദ സെന്റർ. മനസ്സിലായോ? You can take the next. അവിടെ നിൽക്കുക. നെക്സ്റ്റ്, the commander window keeps a list of commands carried out by the turtle. If you make a mistake, a message appears. ഇനി നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ ടർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെന്ന് പറഞ്ഞു. If we have made a mistake, it will give a message. അയ്യോ, നിങ്ങളുടെ
മെസ്സേജ് തെറ്റിപ്പോയി, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ സൈഡിലെത്തി നമ്മൾ ശ്രദ്ധിച്ചില്ല, കോർണറിൽ എത്തിയെങ്കിൽ ഇനി മേളിലോട്ട് പോകാനോ അല്ലെ താഴോട്ട് പോകാൻ ഓപ്ഷൻ കൊടുക്കുന്നതിന് പകരം ഫോർവേഡ് എന്ന മെസ്സേജ് കൊടുത്താൽ പിന്നെ ഫോർവേഡ് പോകാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഒരു മെസ്സേജ് വരും, നോവേ, ഒരു വഴിയില്ല മുകളിലോട്ട് പോകാനെന്നും പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? ഓക്കെ. Below the commander window, there is an area called a recall list box. It keeps the record of the instructions which you typed in the input box. അപ്പൊ താഴെ ഒരു വേറൊരു സാധനം കൂടി ഉണ്ട്, റീകോൾ ബോക്സ് തന്നെ. അവിടെ നമ്മൾ അയച്ച മെസ്സേജുകളല്ല, അതായത് നമ്മൾ കൊടുത്ത ഡയറക്ഷൻസ്, മുന്നോട്ട് പോ, ബാക്കിലേക്ക് പോകുന്ന നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് ഇല്ലേ, ആ മെസ്സേജസ് എല്ലാം താഴെ ഉണ്ടാവും. ടേക്ക് പേജ് നമ്പർ 60. 60 എടുത്തേ, പേജ് 60. അതിലെ ഫസ്റ്റ് പിക്ചർ യൂസ് ചെയ്യേ. That is the screen, window screen. അതായത് ഗ്രാഫിക് വിൻഡോയുടെ സ്ക്രീൻ ആണ്. ഷാൻ, പ്ലീസ് ലുക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. കീപ് ദാറ്റ് തിങ്സ് away from you. എല്ലാം മാറ്റി വെച്ച് keep it aside and just look in your textbook, page number 60. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഇതാണ് നമുക്ക് ഉള്ള സ്ക്രീന്. ഇത് അതില് ലോഗോ ടർട്ടിലാണ് ട്രയാങ്കിളിലുള്ളത്. അതിന്റെ വീടാണ് ആ സെന്ററിലുള്ളത്. ലോഗോ ടർട്ടിലിന് എഴുതിയിട്ടില്ലേ? ഓക്കെ, അവിടെ അതിന്റെ ഹൗസ്, ഹോം. ഇനി മേളില് മെനു ബാർ ഉണ്ട്. മെനു ബാറിൽ എന്തൊക്കെ എഴുതിയേക്കുന്നത്? ഫയൽ, ബിറ്റ് മാപ്പ്, സെറ്റ്, സൂം, ഹെൽപ്പ്. Did you see? Yes. Rilu, did you see that is written on the screen there? Menu bar le jekane. Okay, what all things are written there, Rilu? Please read it. File, bitmap, set, zoom, help. Okay. ഇനി മെനു ബാറിലുണ്ട്. പിന്നെ മെനു സ്ക്രീൻ ഓർ ഗ്രാഫിക്സ് വിൻഡോ, അതായത് ഇതിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഏരിയ. ആൻഡ് ദിസ് ഈസ് ദ സെന്റർ. ഇത് സെന്ററിലാണ്. ഇത് ഈസ് ദ ഹോം ഓഫ് ദ ടർട്ടിൽ. ദിസ് ഈസ് ടർട്ടില്. നെക്സ്റ്റ് ഇനി താഴെ നമുക്ക് ഇൻബോക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നിങ്ങളുടെ ചിത്രത്തിൽ നോക്കാം, ഇൻബോക്സ്. ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനോട് പറയും മുന്നോട്ട് പോ, താഴോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ലേ, ആ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ഈ ബോക്സിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്തുണ്ടാവും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ. ഓക്കെ, ഇനി കമാൻഡ് ബട്ടൺസ് ഉണ്ട്, എക്സിക്യൂട്ട് ഉണ്ട്. ഓക്കെ, in the right corner of the logo screen there is a few buttons called command buttons. What are the command buttons? Did you see command buttons? See in this corner command buttons എഴുതിയേക്കുന്നുണ്ടോ നിങ്ങൾ? Alan Matthew? Yes. Can you hear? Okay, please can you read, Alan? Command buttons, what is written there? Please unmute. Halt. കണ്ടോ മോൻ, കണ്ടോ? Do you have computer textbook with you? Page number 60. 60, page 60. കിട്ടിയാ? ഓക്കെ, അതിലെ ഫസ്റ്റ് പിക്ചർ നോക്കിയോ? മോനൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ആ പിക്ചർ കണ്ടില്ലേ മോനെ? ഇപ്പൊ മിസ് കാണിച്ചത്. ഓക്കെ, ഇതില് ഈ സൈഡില് നോക്കിക്കേ, കമാൻഡ് ബട്ടൺ എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങൾ അതിന്റെ അവിടെ എത്തണ്ടോ? അവിടെ എഴുതിയേക്കുന്ന ഉള്ളില്. Yes. Yes. Can you read that? അത് വായിക്കാൻ പറ്റുമോ? Halt. Halt. Pause. Pause. Step. Trace. Trace. Pause. Status. Step. Reset. Reset. Okay, very good. And execute, enter. Okay, very good. And Toshin Digest, can you read that? Read it, please. ഇപ്പം നമ്മുടെ അലൻ മാത്യു വായിച്ചില്ലേ അത്? വായിച്ചോ.
മോനെ ഏതാ വായിച്ച മോനെ? ഇത് വായിക്കാനാ പറഞ്ഞ? ആദ്യത്തെ അതല്ല, താഴത്തെ ലാസ്റ്റ്. കൊളത്തി കൊടുത്തതാ. ആ, കമാൻഡ് ബട്ടൺസ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ മോനെ? അതിന്റെ ഉള്ളിൽ തന്നിട്ടില്ലേ? ആ, അത് ഇത് ഹോൾട്ട്, halt, pause, pause, step, trace, trace, status, reset. Okay, guys, can you read that? Halt. Pause. Trace. Pause. Trace. Okay. Pause. Step. Trace. Status. Reset. Very good. Very good. And Ajisel, can you read, man? Okay, read. Heart. Pause. Pause. Step. Step. Execute. Execute അല്ല മോനെ, trace. Execute വേണ്ട. Okay. Trace. Status. Reset. Very good. Very good. Shahma B, can you read? Shahma, can you hear me? മോനെ മ്യൂട്ട് ചെയ്ത് വെക്കണേ അജിസലെ. ഷഹമ മുത്ത കേൾക്കുന്നുണ്ടോ? എന്നാ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ച മോളെ. അൺമ്യൂട്ട് ആവുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വായിച്ചോ മോളെ. ഗുഡ്. മോളെ, you are muted. You have to unmute. ആകുന്നില്ല. മിസ്സേ കേക്കുന്നില്ലല്ലോ. കേക്കുന്നില്ല. ആരാത്തിക്കുട്ടിക്കാണ് കേൾക്കാത്തെ? മിസ് കേക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഷഹമയ്ക്ക് കേൾക്കുന്നില്ല മോളെ? അൺമ്യൂട്ട് ആവുന്നില്ലേ? അൺമ്യൂട്ട് ആവുന്നില്ലേ? അൺമ്യൂട്ട് ആക്കാൻ, എന്നിട്ട് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. മോളിൽ ഇവിടെ മ്യൂട്ട് ആയിട്ടാ കാണുന്നേ. ഓക്കെ. എന്താ മോളെ ആരാധ്യ? കേക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സാംസൺ കുട്ടൻ, അലൻ പി സാംസൺ, റീഡ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. വല്ലപ്പോഴും ക്ലാസ്സിൽ കയറുന്ന ചെക്കൻ. ഹാൾട്ട് പ്ലസ് അല്ല മോനെ, പോസ്. സ്റ്റെപ്പ്. യെസ്. സ്റ്റാറ്റസ് ആണ് കേട്ടോ. സ്റ്റാറ്റസ് റീസെറ്റ്. ഓക്കെ. അലൻ, where is your sister? Sleeping. Baby, naughty girl. Okay. Next. നിഹാര. റീഡ്. നിഹാര എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ ഒരു 3-4 മാസമായി തോന്നുന്നു കേറാതെയായിട്ട്. അല്ലേ നിഹാര കുട്ടി? എന്തോ കിട്ടാത്തോണ്ട് ഇപ്പളാ കേറിയ. കുഴപ്പമില്ല. എത്രാം പേജാ?
അയ്യോടാ ചക്കരെ. പേജ് നമ്പർ 60. മോള് ശ്രദ്ധിക്കുക, അവര് അടുത്ത കുട്ടി വായിക്കട്ടെ, എന്നിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. ഇവിടെ ഷഹമ പറഞ്ഞോ മോളെ. ഷഹമ മുത്തേ. ഷഹമ്മയ്ക്ക് എന്താ ഇടയ്ക്ക് സൗണ്ട് വരുന്നുണ്ട്, സൗണ്ട് ഇടയ്ക്ക് കിട്ടുന്നില്ലല്ലോ, എന്താ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ആൻഡ് ജ്വൽ ആൻഡ് ജോമൽ, ഇരട്ടത്തിരിക്കുന്ന മക്കള് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞേ, വായിച്ചേ. എനിക്ക് രണ്ടുപേരുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല. ലൈറ്റിനെ നോക്കി നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരുടെയും കാണുന്നുണ്ട്. നിഹാരയുടെയും കാണുന്നില്ല. നിഹാരയും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പുറ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം മോളെ. ഓക്കെ, ജ്വൽ ആൻഡ് ജോമൽ പ്ലീസ് റീഡ്. ജ്വൽ. വെരി ഗുഡ്. റീസെറ്റ്. നെക്സ്റ്റ് ജോമൽ. പോസ്. റീസെറ്റ്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ജൂലിയറ്റിന് ഉറക്കം വരുന്നുണ്ടെന്ന് ഒച്ചത്തി വായിച്ചോ, അപ്പൊ ഉറക്കം പൊക്കോളും. ഏത് ക്ലാസ്സിലാ? റീസെറ്റ്. ഓക്കെ. ജോയൽ ജോസഫാണ് കസേരയിൽ ഇങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞൊക്കെ കിടന്ന് സുഖമായിട്ടിരിക്കുന്നത്. പ്ലീസ് റീഡ് ജോയൽ. Sit straightly. Read. എന്താ മോനെ? ഹാൾട്ട്. പോസ്. Step. Trace. Status. റീസെറ്റ്. ഇത്രയും കുട്ടികൾ വായിച്ചിട്ട് ജോയിന് പുസ്തകത്തിൽ നോക്കിയിരുന്നേ ഇല്ല, കസേരയിൽ ഇങ്ങനെ ചാരിക്കിടന്നു അല്ലെ. അതാണ് പറ്റിയതൊന്നും വായിക്കാൻ അറിയത്തില്ലാതെ വരുന്നത്. നെക്സ്റ്റ് ഷാൻ. റീഡ് പ്ലീസ്. വായിച്ചോ മോനെ. മുത്ത വായിച്ചോ? അറിയില്ല എവിടെയാ വായിക്കണ്ടെന്ന്. ഷാൻ എവിടെ വായിക്കണ്ടെന്ന് അറിയില്ല. വായിക്കേണ്ടത് ഏത് ഭാഗമാണെന്ന് അറിയാവോ? നോ. ഇത്രയും കുട്ടികൾ വായിച്ചപ്പോ എവിടെ നോക്കിയിരിക്കുവായിരുന്നടാ അക്കരക്കുട്ട? പേജ് നമ്പർ 60 എടുത്തോ? ഫസ്റ്റ് പിക്ചർ കണ്ടോ? യെസ്. അതിന് താഴെ ഭാഗത്തെ കമാൻഡ് ബോക്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ മോന്? മോനെ ഷാനെ, കമാൻഡ് ബോക്സ് ഒന്ന് കണ്ടോ? യെസ്. ദെൻ റീഡ്. അതിന് ഇവിടെ തന്നിരിക്കുന്ന ഹാൾട്ട് എന്നൊക്കെ എഴുതിയത് കണ്ടോ മുത്ത്? റീഡ് ഇറ്റ്. Halt. Track. Trace. Pause. Status.
യെസ് സ്റ്റാറ്റസ്. സ്റ്റിപ്പ് അല്ല മോനെ, സ്റ്റെപ്പ്. നെക്സ്റ്റ് റെസ്റ്റ് അല്ല, റീസെറ്റ്. ഓക്കെ. സോ ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, പല കുട്ടികളും ഇവിടെ മറ്റു കുട്ടികൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതുകൊണ്ട് എവിടെയാണ് വായിക്കേണ്ടതെന്ന് പോലും കൂടെ ഒരു ഐഡിയയും ഇല്ല. പേജ് നമ്പർ പറഞ്ഞു കൊടുക്കണം, പിക്ചർ പറഞ്ഞു കൊടുക്കണം, പോർഷൻ പറഞ്ഞു കൊടുക്കണം, ഏത് പാട്ടാന്ന് പറഞ്ഞു കൊടുക്കണം. എന്ത് കഷ്ടമല്ലേ. ഫേവസ്, അതാ അടുത്ത ഡിസ്കോക്കാരൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഫേവസ്, ആഹാ, ചക്കര വായിച്ചേ. റീഡ് റീഡ് റീഡ്. ഹാൾട്ട് കഴിഞ്ഞാ പോസ്. സ്റ്റാറ്റസ്. റീസെറ്റ്. ഓക്കെ. അതിനാണ് ഡാൻസ് കളിയായിരുന്നു അല്ലേ, ഞാൻ കണ്ടായിരുന്നു. Next, Angel Rose Benjamin, please read. After that, Nihara has to read. Okay, now Angel, please. Step, trace, status, reset. Okay. Nihara, please read. And next, Jevin Jacob has to read. After Nihara. Check button. Push button. മോളെ എവിടെ വായിക്കുന്നേ? ഹോൾട്ട്. മോളെ പേജ് ഹോൾട്ട്. പുഷ് ബട്ടൺ. സ്റ്റെപ്പ് ബട്ടൺ. കൊച്ചത് ട്രേസ് ബട്ടൺ. ട്രേസ്. റീസെറ്റ്. എല്ലാം വായിച്ചില്ലല്ലോ. മോളുടെ ടെസ്റ്റില് ഇത് എവിടുന്ന കുഞ്ഞ്? മനസ്സിലായി, കൊച്ചു താഴത്തെയാണ് വായിച്ചതല്ലേ. ഞാൻ പറഞ്ഞതുണ്ടല്ലോ മറ്റേ ഈ പിക്ചറില് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാനായിരുന്നു പറഞ്ഞത്. മോള് താഴത്തെ വായിച്ചത് മനസ്സിലായി. സംഭവം ഇത് തന്നെയാണ്. Did you see this, മോളെ? ആ പിക്ചർ കണ്ടിട്ടില്ല നമുക്ക് വിൻഡോസിന്റെ? അതില് കമാൻഡ് ബട്ടൺസ് എന്ന് പറഞ്ഞതാണ്. അതൊന്ന് വായിച്ചേ. ട്രേസ് മോള് വായിച്ചത് കറക്റ്റ് തന്നെയാണ്. പോസ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ. ഞാൻ വിചാരിച്ചത് എന്ത് എവിടെ ട്രേസ്, പുഷ്, സ്റ്റാറ്റസ്, സ്റ്റെപ്പ്, റീസെറ്റ്. ഓക്കെ. നെക്സ്റ്റ് ആരോട്? ജെവിൻ ജേക്കബിനോടല്ലേ വായിക്കാൻ പറഞ്ഞത്? ഓക്കെ. ആഫ്റ്റർ ജെവിന് ആരോൺ ഹാസ് ടു റീഡ്. ഹാൾട്ട്, പോസ്, സ്റ്റെപ്പ്, ട്രേസ്, സ്റ്റാറ്റസ്, റീസെറ്റ്. ഓക്കെ. നെക്സ്റ്റ് ആരോടായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ? ആരോൺ. ആഫ്റ്റർ ആരോണ് സെൽന ഹാസ് ടു റീഡ്. ഓക്കെ. ആരോൺ, പ്ലീസ് റീഡ്. മിസ് കമ്പ്യൂട്ടർ ബുക്ക് പഴയ വീട്ടിലെ, ഞാനിപ്പോ അമ്മ വീട്ടിലാ. ഓക്കെ. എന്നാ ശരി. നെക്സ്റ്റ് സെൽന കുട്ടി. സെൽന സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. ബെനീറ്റ. നെക്സ്റ്റ് ബെനീറ്റയ്ക്ക് ശേഷം സിദ്ധാന്ത് ഹാസ് ടു റീഡ്. നെക്സ്റ്റ് ആരാധ്യ ഹാസ് ടു റീഡ്. ബെനീറ്റ, പ്ലീസ് റീഡ്. Halt, pause, step, trance, status, trace, status, reset. ഓക്കെ. നെക്സ്റ്റ് ആരോടായിരുന്നു? സിദ്ധു. പ്ലീസ് റീഡ് സിദ്ധു. മ്യൂട്ട് ആവുന്നില്ല മോനെ, അൺമ്യൂട്ട് ആവുന്നില്ലടാ സിദ്ധാന്തേ. അതെയോ? ഓക്കെ. മോൻ അവിടെ ഇരുന്ന് വായിച്ചോ, കുഴപ്പമില്ല, വായിച്ചോ. റീഡ്.
Okay. Next, Aradhya. After Aradhya, Angel Rose Benjamin, did you read Angel Rose? Miss, ഞാൻ വായിച്ചതാ. വായിച്ചു. Aradhya മോളെ വായിച്ചേ. Halt. Push അല്ല മോളെ. Pause. Step. Right. Status. Reset. Again, who has to read? ഇനി വായിക്കാനുള്ള ആളാരാണ്? ആദ്യത്തെ വായിച്ചല്ലേ മോനെ? റിലു. ആദ്യത്തെ വായിക്ക. ഓക്കെ. Halt. റിലു വായിച്ചല്ലേ? ആദ്യത്തെ വായിച്ചല്ലായിരുന്നു മോളെ? Pause. Step. Trace. Status. Reset. Very good. Sana പോയോ? Sana, is there Sana? No, Sana ഉണ്ട്. ഇനി ആരാ വായിക്കാനുള്ള ആളാരാണ്? ഇനി ആരെങ്കിലും വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കൈ പൊക്കിക്കേ. ഇല്ല അല്ലേ? ഓക്കെ. ബെനീറ്റ വായിച്ചായിരുന്നോ? യെസ്. അതെ സോൺ. ഓക്കെ. സോ ഇനി ഇതിന്റെ താഴെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. എക്സിക്യൂട്ടീവ് ബട്ടൺ ഉണ്ട്, എഡൽ ബട്ടൺസ്. ഓക്കെ. അപ്പൊ നമുക്ക് കമാൻഡ് ബട്ടൺസ്. ഫസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടീവ് ബട്ടൺ. ബൈ ക്ലിക്കിംഗ് ഓൺ ദി execute button we can run a command which is typed in the input box. ഈ ഇൻപുട്ട് ബോക്സിൽ താഴെ ഇൻപുട്ട് ബോക്സ് എന്ന് കാണിച്ചിട്ടില്ലേ ഇവിടെ? സോ ഇൻപുട്ട് ബോക്സിലുള്ള കമാൻഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ബട്ടണിൽ താഴെ എക്സിക്യൂട്ട് എന്ന് എഴുതുകൊടുത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് എല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ. The step button turns a single stepping for debugging your program. You can turn single stepping on or off even when logo is running. Even when the logo is running, അത് ഓഫ് ആയിക്കോട്ടെ ഓൺ ആയിക്കോട്ടെ, നമുക്ക് ഈ സ്റ്റെപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പോസ് ബട്ടൺ. പോസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ല, തൽക്കാലത്തിന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പോസ് എന്ന് പറയുന്നത്. ഓക്കെ. The pause button helps us to stop the execution of logo program temporarily. You can continue the program by giving the continue command or by clicking on the cancel button. So pause il click ചെയ്താൽ നമ്മുടെ പ്രോഗ്രാം തൽക്കാലത്തിന് പോസ് ചെയ്തു വെക്കും, നിർത്തി വെക്കും. അതിനുശേഷം again if you want to restart or if you want to continue the program, just click on continue. Otherwise click on the cancel button. അതായത് പോസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളതെടുത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റീസെറ്റ് ബട്ടൺ. ദ റീസെറ്റ് ബട്ടൺ ഹെൽപ്സ് ടു ക്ലിയർ ദ ലോഗോ ഔട്ട്പുട്ട് സ്ക്രീൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ അടിയിൽ ഒരു പെണ്ണുണ്ട്, പെണ്ണും കൊണ്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. സോ നമ്മള് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൻ വി ക്ലിക്ക് ഓൺ ദ റീസെറ്റ് ബട്ടൺ ഈ സ്ക്രീനിലുള്ളതെല്ലാം റീസെറ്റ് ആകും, പഴയതുപോലെ പുതിയത് വരും. അതായത് നമ്മൾ വരച്ചതെല്ലാം പോയി പുതിയൊരു പേജ് വരും. Next, status button. When you click on the status button, the status window appears. It shows the current settings in logo. To close the window, click on the status button again. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട സ്റ്റാറ്റസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വിൻഡോ വരും. എന്നിട്ട് ഇറ്റ് ഷോസ് ദ കറന്റ് സെറ്റിംഗ്സ്. നമ്മൾ ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് അവിടെ എഴുതി കാണിക്കും. ഇനി സ്റ്റാറ്റസ് ബട്ടൺ ഡോണ്ട് വേണ്ടെന്ന് നമുക്ക് ഇനി വേണ്ട, കണ്ടു ഇനി വേണ്ട എങ്കിൽ ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിൻഡോ മാറി പഴയ പോലെ തന്നെ ആയിക്കോളും. ഹാൾട്ട് ബട്ടൺ. ദ ഹാൾട്ട് ബട്ടൺ ഹാൾട്സ് ലോഗോ ഫ്രം പ്രോസസിംഗ് ഫർദർ. ഹാൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നർത്ഥം, ഫൈനൽ, ലാസ്റ്റ്. അപ്പൊ ഹാൾട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താല് ഈ വിൻഡോയിൽ അതായത് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ നിൽക്കും നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ട്രേസ് ബട്ടൺ. The trace button turns on tracing for debugging or removing errors from the program.
You can do it even while logo is running. അപ്പൊ ലോഗോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ട്രേസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീബഗിങ് ഓർ റിമൂവിങ് എറേഴ്സ് ഫ്രം ദ പ്രോഗ്രാം, പ്രോഗ്രാമിൽ നിന്ന് എന്തെങ്കിലും എറർ, തെറ്റുകൾ, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നൊരു നമുക്കത് തിരുത്തി കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. So these are the command buttons: execute button, step buttons, pause button, reset, status, halt and trace buttons. Okay. Next, commanding the turtle. The turtle has a dictionary of words or commands called primitive. ഈ ടേർട്ടിലിന് ഒരു ഡിക്ഷണറി ഉണ്ട്, അതിൽ കുറെ വേർഡ്സുകൾ ഉണ്ട്. നിങ്ങൾക്കറിയാവോ? ഡു യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിക്ഷണറി? വാട്ട് ഇസ് എ ഡിക്ഷണറി? How many of you have dictionary at home? 1, 2, 3, 4. Oh, very good. Almost everybody is having dictionary. For what are you using dictionary, Alan Sampson? What is the use of a dictionary? We don't know the meaning of all words, isn't it? Only few words meaning we know, but there are so many words. We don't know the meanings of those words and all. So to find out the meanings of such words, we use a dictionary, isn't it? There are English dictionary, Malayalam dictionary, Hindi dictionary, like that way. So many dictionaries are there, and almost all of us are using English dictionaries, isn't it? Okay, 1 second.